അയ്യുഹൽ ഇഖ്വ, സഹോദരങ്ങളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അൽ മർഅത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സ്ത്രീ എന്നതാണ്. ഈ വിഷയം തന്നെ പ്രശ്നവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിലെ സ്ത്രീ, ഇസ്ലാമിൽ സ്ത്രീയുടെ അവകാശങ്ങൾ, ഇസ്ലാമിലെ സ്ത്രീയുടെ സ്ഥാനം, ഇങ്ങനെയൊക്കെ പറയുന്ന വിഷയങ്ങൾ ഇസ്ലാമിൻ്റെ പുറത്തും സ്ത്രീകളില്ലേ? അപ്പോൾ അത് ആ വിഷയം തന്നെ പ്രശ്നവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഷയം അൽ മർഅത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള സ്ത്രീ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. ഒന്ന്, ഇസ്ലാമിൽ സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്നത് പുരുഷൻ്റെ അത്ര സ്ഥാനമില്ല. പുരുഷനെ മനുഷ്യനായിട്ട് ഗണിക്കുന്നു, സ്ത്രീയെ വിമാനുഷീകരിക്കപ്പെടുന്നു. സ്ത്രീയെ മാനുഷീകരിക്കപ്പെടുമ്പോൾ സ്ത്രീയെ വിമാനുഷീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പുരുഷൻ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇസ്ലാം മതം. അള്ളാഹു പുരുഷനാണ്, പ്രവാചകന്മാർ പുരുഷന്മാരാണ്, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മുഫക്കിഹീങ്ങൾ, ഇങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയവരും ഇസ്ലാമിക നിയമങ്ങൾ ആവിഷ്കരിച്ചവരുമൊക്കെ പുരുഷന്മാരായതുകൊണ്ട് തന്നെ പുരുഷന് വേണ്ടിയുള്ള നിയമങ്ങളും പുരുഷൻ സംരക്ഷിക്കുന്ന നിയമങ്ങളും ആണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ടാണ് സ്ത്രീയെ വിമാനുഷീകരിക്കപ്പെട്ട മനുഷ്യൻ്റെ സ്ഥാനം പോലും ഖുർആനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചില ഫെമിനിസ്റ്റുകൾ നളിരിയ ബിമുസാവാത്തിൽ ജിൻസി, ഫെമിനിസം എന്ന ഒരാശയം ഇസ്ലാമിന് നേരെ അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്ക് നേരെ രൂപപ്പെട്ടത്. എല്ലാ മതങ്ങളും സ്ത്രീ വിവേചനമുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിലുണ്ട്. അതിന് ഞാൻ ഫെമിനിസത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഉദാഹരണം ഞാൻ പറയാം. ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാഅ എന്ന് പറയുന്നിടത്ത് ഫൻകിഹു ആണുങ്ങളോടാണ് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ വിവാഹം കഴിക്കുക. മാ ത്വാബ ലക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിനെ നിങ്ങൾ വിവാഹം കഴിക്കുക. അവിടെ മാ എന്നാണ് ഉപയോഗിക്കുന്നത്. സാധാരണ മാ എന്ന വാക്ക് ഗാലിബിൽ സാധാരണയിൽ ഉപയോഗിക്കൽ മനുഷ്യേതര വസ്തുക്കൾക്കാണ്. മനുഷ്യന് ഉപയോഗിക്കൽ മന്നാണ്. മൻ എന്ന വാക്ക് മനുഷ്യനും മനുഷ്യേതരമായ വസ്തുക്കൾക്ക് മായുമാണ് ഉപയോഗിക്കാറ്. സാധാരണയിൽ ഷാദായിട്ട് പല കൗലുമുണ്ട്. മന്നും മായും തിരിച്ചും മറിച്ചും ഉപയോഗിക്കാറുണ്ട്. ഗാലിബിലും ഉപയോഗിക്കാറുള്ളത് മാ എന്നത് ഒയറാക്കിലിനും മൻ ആക്കിലിനുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനിൽ തന്നെ സൂറത്തു ആലിമ്രാനിൽ സുയ്യിന ലിന്നാസി ഹുബ്ബുശ്ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖൻതറ മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ഇവിടെ സ്ത്രീകൾ, നിസാ, വൽ ബനൈന ആൺമക്കൾ, വൽ ഖനാതീരിൽ മുഖൻതറതി മിനൽ ദഹബി വൽ ഫിദ്ദ ധാരാളമായി സ്വരൂപിക്കപ്പെട്ട സ്വർണവും വെള്ളിയും, വൽ ഖൈലിൽ മുസവ്വമ ലക്ഷണമൊത്ത കുതിരകൾ, വൽ അൻആം നാക്കാലികൾ, വൽ ഹർസ് കൃഷിയിടങ്ങൾ, ഈ കാണുന്നതൊക്കെ ഹുബ്ബുശ്ശഹവാതി സുയ്യിന ലിന്നാസ് എന്നീ കാമ്യവസ്തുക്കളെ സ്നേഹിക്കൽ മനുഷ്യർക്ക് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു. സുയ്യിന ലിന്നാസ് മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു. ഹുബ്ബു ഷഹവാത്ത്, ഈ ഷഹവാത്തിനെ സ്നേഹിക്കൽ. എന്തൊക്കെ ഷഹവാത്ത്? മിനൻ നിസാഇ, ആൺകുട്ടികൾ, സ്വർണം, വെള്ളി, നാക്കാലികൾ, ഇതൊക്കെ. ഈ നാക്കാലികളുടെ കൂട്ടത്തിലും കൃഷിയിടം, സ്വർണം, വെള്ളിയുടെ കൂടെയാണ് സ്ത്രീകളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, കുട്ടികളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അലങ്കാര വസ്തുവാണ്,
നിങ്ങളുടെ കാമ്യ വസ്തുക്കളാണ് എന്നാണ് പറയുന്നത്. ഇതും പറഞ്ഞിട്ടില്ല. അതാണ് മത്താ ഉൽ ഹയാത്തി ദുനിയ, അത് ദുനിയാവിൻ്റെ ഒരു വിഭവമാണ്, മത്താ ആണ് എന്നാണ് പറയുന്നത്. ഇത് നബി പറയുന്നുണ്ട്, അദ്ദുന്യ കുല്ലുഹാ മത്താ, ദുനിയാവ് മുഴുക്കിയ ഒരു മത്താ ആണ്, ഒരു ചരക്കാണ്. വ ഖൈറു മത്താ ഇദ്ദുന്യ, ദുനിയാവിലെ ഏറ്റവും ഖൈറായ മത്താ ഏതാ, ചരക്കേതാ, അൽ മർഅത്തു സ്വാലിഹ, മുസ്ലിമായ പെണ്ണാണ്. സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ പെണ്ണ് എന്നാണ് അതിനോട് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, വൽ ഹർസ്, ഈ ആയത്തിൽ തന്നെ പറഞ്ഞ കൃഷി സ്ഥലം. സ്ത്രീകളെ വേറെ സ്ഥലത്ത് പറഞ്ഞ നിസാഉക്കും ഹർസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാശിയത്തും. സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കൃഷിസ്ഥലത്തേക്ക് കടന്നോളൂ. അപ്പോൾ സ്ത്രീ എന്നത് പേറ്റിനും പോറ്റിനുമുള്ള ഒരു യന്ത്രമാണ്, ഉപകരണമാണ്, വസ്തുവാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക. ഇത് ഖുർആനിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ്റെ കാൽ കീഴിലുള്ള ഒരു വസ്തുവാണ്. പുരുഷന് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിൽ പുരുഷൻ്റെ ആവശ്യ നിർവഹണത്തിനും അവൻ്റെ നിലനിൽപ്പിനും വേണ്ടിയാണ് സ്ത്രീ എന്നതാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ തന്നെ സ്ത്രീക്കും പുരുഷനും രണ്ട് രീതിയിലാണല്ലോ നിയമങ്ങൾ ചിലതൊക്കെ ഉള്ളത്. സ്ത്രീക്കും പുരുഷനും രണ്ട് നിയമങ്ങൾ. അപ്പം നോക്കൂ, ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചരിച്ചു, സ്ത്രീക്ക് കൊടുക്കുന്ന ശിക്ഷ സൂറത്ത് ഖുർആൻ തന്നെ പറയണേ, വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസാഇക്കും ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅതം മിൻകും ഫഇൻ ഷഹിദു ഫഅംസികൂഹുന്ന ഫിൽ ബുയൂതി ഹത്താ യതവഫാഹുന്നൽ മൗത്ത് ഔ യജ്അലല്ലാഹു ലഹുന്ന സബീലാ. ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ കൊടുക്കേണ്ട ശിക്ഷ 4 ആൾ. ഒരു സ്ത്രീ വ്യഭിചരിച്ചു, 4 സാക്ഷികളും ഉണ്ടായാൽ അവർ മരിക്കുന്നത് വരെ വീട്ടു തടങ്കലിൽ വെക്കുക, അല്ലെങ്കിൽ വേറെ വഴി അല്ല കണ്ടോളും എന്നതാണ്. അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ. നേരെ പുരുഷന് കൊടുക്കുന്ന ശിക്ഷ, വല്ലദാനി യഅ്തിയാനിഹ മിൻകും ഫആദൂഹുമാ ഫഇൻ താബാ വഅസ്ലഹാ ഫഅ്ലിദൂ അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. ആണുങ്ങൾ വ്യഭിചരിച്ചാലോ ഓൻ തൗബ ചെയ്താൽ, ഓൻ്റെ നിലപാട് നന്നാക്കിയ അള്ളാഹ് പുറത്തു കൊടുക്കും. പെണ്ണിനെന്തേ തൗബ ചെയ്തൂടെ? പെണ്ണിന് അവളെ നിലപാട് നന്നാക്കിക്കൂടെ? ആണും പെണ്ണും വ്യഭിചരിക്കുമ്പോൾ പെണ്ണിന് കൊടുക്കുന്ന ശിക്ഷ മരിക്കോളം വീട്ടിനുള്ളിൽ തടങ്കിൽ വെക്കുക, അല്ലെങ്കിൽ ജയിലിൽ അടക്കുക എന്നുള്ളതാണ്. സ്ത്രീക്കോ പുരുഷനോ, പടച്ചോനെ ഞാൻ ചെയ്തു പോയി, ഓളെ കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തു പോയത്, ഓള് പർദ്ദയിടാത്തത് കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തു പോയത്, എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞ് അള്ളാഹ് പുറത്തു കൊടുക്കും. ഇവിടെ അള്ളാഹ് എന്ന പുരുഷന് വേണ്ടി ഉണ്ടാക്കിയ നിയമല്ലേ ഇത്? ഇത് സ്ത്രീ പുരുഷ വിവേചനം കുട്ടികളാകുമ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട്, ഒരു കുടുംബത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഉദാഹരണം, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഒരു വീട്ടിൽ ആൺകുട്ടി ജനിച്ചാലും പെൺകുട്ടി ജനിച്ചാലുള്ള വ്യത്യാസം ഞാൻ ഹദീസിൽ നിന്ന് പറയാം. നമ്മൾ അക്കീക്ക ഇറക്കുമല്ലോ, അക്കീക്ക അനിദക്കരി ബിഷാത്തൈനി വാനിൽ ഉൻസ ബിഷാത്തിൻ എന്നാണ്. അക്കീക്ക കുട്ടികളെ അരച്ച തല മുണ്ടനം ചെയ്യുക, അക്കീക്ക ഇറക്കുക എന്ന് പറയുന്ന ഒരു അറബ് സിസ്റ്റം പറയുന്നുണ്ടല്ലോ. ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിലോ 1 ആട്. ആൺകുട്ടിൻ്റെ മൂത്രം, ഒരു വിരിപ്പിൽ മുലകുടി മാത്രമുള്ള ഒരു ആൺകുട്ടി മൂത്രമൊഴിച്ചാൽ, ബെഡിൽ മൂത്രമൊഴിച്ചാൽ അവിടെ വെള്ളം കുടഞ്ഞാൽ മതി അത്രേ. പെൺകുട്ടികൾ മൂത്രമൊഴിച്ചാലോ 2 മുലവ് മാത്രമേ കുടിക്കുന്നുള്ളൂ, എങ്കിൽ പെൺകുട്ടിൻ്റെതാണ് ഈ വെള്ളം ഒഴിച്ച് കഴുകണം എന്നാണ്. ഈ സിസ്റ്റത്തിലാണ് ആൺകുട്ടിയും പെൺകുട്ടിയാകുമ്പോൾ പെൺകുട്ടിനോട് ഉമ്മ, വീട്ടിലുള്ള ആങ്ങള, വീട്ടിലുള്ളവരൊക്കെ നീ പെണ്ണാട്ടോ, നീ അങ്ങനെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ശ്രദ്ധിക്കുക, അടിച്ചു വാരി, ഇങ്ങനെ പെണ്ണ് ആണെന്നുള്ളൊരു വിവേചനത്തിൽ വളർത്തപ്പെട്ട് പെണ്ണെന്നും ഇരയാണ്, പുരുഷൻ വേട്ടക്കാരനാണ് എന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നത് വീടുകളിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്. അതിന് മതത്തിൻ്റെ സപ്പോർട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുത്താനായിക്കൂല. ഇനി കുടുംബ ജീവിതത്തിലേക്ക് വന്നാലോ, ഭാര്യ ഭർത്താവിൻ്റെ താഴെയാണ് സ്ഥാനം. ഭർത്താവ് പറഞ്ഞൊക്കെ ഭാര്യ കേട്ടോളണം. ഭാര്യയോട് ഭർത്താവ് കൽപ്പിച്ചാൽ ഭാര്യ അനുസരിക്കും. ഇതാണ്
ഖുർആൻ നോക്കി പറയണം അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്വാലിഹാത്തുൻ ഖാനിതാത്തുൻ ഖാഫിളാത്തുൻ ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഖാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ് വല്ലാത്തി തഖാഫൂന നുസൂസഹുന്ന ഫഇലൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ വദ്രിബൂഹുന്ന ഫഇന്ന അതഅനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല. ഈ ഒരാൾ പറയലുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണത്രേ കുടുംബം എന്നൊരു മലയാള വാക്കുണ്ട്. കുടുംബം എന്ന വാക്കിന് ഇവർ പറയല അങ്ങനെയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് ആർക്കാ? പുരുഷനാണ് ഇമ്പമുള്ളത്. സ്ത്രീക്ക് അങ്ങനെ ഇമ്പമൊന്നുമില്ല. പുരുഷനെ കൂടുമ്പോൾ സ്ത്രീ ഈ രീതിയിൽ നിന്നാൽ പുരുഷന് ഇമ്പമുണ്ട്. പുരുഷൻ്റെ അടിമയായി വീട്ടടിമയായി കഴിഞ്ഞാൽ പുരുഷന് ഇമ്പമുണ്ട് എന്നാണ് ആ പറയുന്നത്. അർരിജാൽ ഭാര്യ ഭർത്താവ്. ഇവർ പറയല് ഭാര്യ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവൻ എന്ന് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ സൗജ് എന്നാണ് എന്നാ പറയല്. സൗജ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യക്കും പറയും ഭർത്താവിനും സൗജ് എന്ന് പറയും. അല്ലാതെ ഈ ഖവ്വാമൂന എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീയുടെ കാര്യം നോക്കി നടത്തുന്നവനല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? ഭർത്താവ് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ഭരിക്കുന്നവനല്ലേ അതിൻ്റെ അർത്ഥം? ഒരു രാജ്യത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവന് രാജാവല്ലേ. അപ്പോൾ മലയാളം മാത്രം യോജിക്കുന്ന തന്നെയാണിത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ. സ്ത്രീക്ക് പുരുഷൻ്റെ അത്ര സ്ഥാനം കൽപ്പിക്കുന്നില്ല. അർരിജാലു ഖവ്വാമൂന അല്ല, സ്ത്രീകളുടെ കാര്യം നോക്കി നടക്കുന്നവനാണ്, നടക്കേണ്ടവനാണ് പുരുഷൻ. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ. ഒരു വിഭാഗത്തിന് മറ്റു വിഭാഗത്തേക്കാൾ ശ്രേഷ്ഠത അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. വബിമാ എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രേഷ്ഠത വന്നത്? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവരവരുടെ മുതൽ, ഈ ആണുങ്ങളുടെ മുതൽ ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് ചെലവ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് പുരുഷൻ പറഞ്ഞ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഖവ്വാമൂന എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അവനക്ക് സ്ഥാനം കൊടുത്തത്? ഓൻ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്ത് ഓൻ്റെ ഭാര്യയെ നോക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുന്ന കാലല്ലേ. സ്ത്രീകൾ ഇങ്ങനെ ഭർത്താക്കന്മാരെ നോക്കുന്നവരില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സ്ഥാനം സ്ത്രീകൾക്ക് കൊടുക്കുമോ? പുരുഷന്മാരെ സ്ത്രീകൾ ജോലി ചെയ്ത് നോക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ സ്ത്രീയും പുരുഷൻ തുല്യമായി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരുണ്ട്. രണ്ടാക്കും തുല്യ സ്ഥാനമുള്ളവരുണ്ട്. അവിടെ ഈ കാലഘട്ടത്തിൽ ഈ ആയത്ത് എന്ത് പ്രസക്തമാണ്? അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ നോക്കൂ, ഭർത്താവിന് തല്ലാൻ അധികാരമാണ് കൊടുക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പിണക്കമുണ്ടായി. ആണിനോട് പറയാണ് ഓറജോളെന്ന് ഉപദേശിക്ക്. വഇദാ ലഹറത് മിനൽ മർഅത്തി അമാറത നുസൂസിഹ നുദിബ ലഹു വഅലുഹാ വഇദാ തഹഖഖ നുസൂസുഹ ജാസ ലഹു ഹജ്റുഹ ഫിൽ മൽജഇ വളർബുഹ ലർബൻ ഗൈറ മുബർരിഹ്. സ്ത്രീകളിൽ നിന്ന് പിണക്കം നിനക്ക് അനുഭവപ്പെട്ടാൽ നീ അവളെ ഉപദേശിക്ക്. ഉപദേശിച്ചിട്ടും ശരിയാകുന്നില്ലെങ്കിൽ കിടപ്പറ മാറ്റിക്കിടത്ത്, ഒന്ന് മാറിക്കിടക്ക്. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ മുറിയാവാത്ത അടിക്ക്. എന്താണ് ഈ അടിക്കുക എന്ന് പറഞ്ഞാൽ? നോക്കൂ, സുബൈർ ഇബ്നുൽ അവ്വാം എന്ന് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സ്വഹാബിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം. അബൂബക്കറിൻ്റെ മകൾ സെൽമയെ ഒരു വടി മുറിയോളം തല്ലുമായിരുന്നു അത്രേ. ഭാര്യയെ നമുക്ക് തല്ലാം, നമുക്ക് അപ്പം നോക്കൂ, ഇവിടെ ഇതൊക്കെ ഈ നിയമങ്ങൾ ഇത് അള്ളയാണ് പറയുന്നത്. അപ്പം ഈ അള്ള ആരെ പക്ഷത്താ? ഹദീസ് കാണാം, അയ്യുംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലൽ ജന്ന. ഒരാൾ തൻ്റെ ഭാര്യയെ തൻ്റെ കിടപ്പറയിലേക്ക്, മണിയറയിലേക്ക് വിളിച്ചു, അവൾ വിസമ്മതിച്ചു എങ്കിൽ അവൾക്ക്, ഇവിടെ പറഞ്ഞ അയ്യുംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ഇവളിൽ നിന്ന് തൃപ്തിയായിട്ടാണ് മരിച്ചതെങ്കിൽ ഇവൾക്ക് സ്വർഗം കിട്ടും. ഒരു പുരുഷൻ മരിച്ചുമ്പോൾ ഇന്ന ഓള്
ഒരു 8 കൊല്ലം 10 കൊല്ലം ക്യാൻസറായിട്ട് കട്ടുമ്മ കിടക്കുമ്പോൾ പെണ്ണുങ്ങൾ നന്നായിട്ട് നോക്കി അയാൾക്ക് തൃപ്തിയായി, എന്നാൽ പെണ്ണിന് സ്വർഗം കിട്ടും. ഇതേ സംഭവം സ്ത്രീ എന്തായി ഇങ്ങനെ ശയ്യയായി കിടന്നാലോ പുരുഷൻ പോയിട്ട് 2-ാമത്തെ ദിവസം പോയി പെണ്ണാണ്ട് കെട്ടും. ഒരു പുരുഷൻ മരിച്ചു പോകുമ്പോൾ സ്ത്രീക്ക് തൃപ്തിയായാൽ പുരുഷന് സ്വർഗം കിട്ടുന്ന കഥ പറഞ്ഞോ പഠിച്ചോന്? ഇല്ല. മറ്റേ ഞാൻ എന്തൊരു ഹദീസ് പറഞ്ഞില്ലേ, ഇദാ ദഅ റജുലു ഇംറഅതുഹു ഇലാ ഫിറാശിഹി ഫലം തഅതിഹി ഫബാത ഗളബാന അലൈഹാ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ. എന്താണ്? ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് വിളിച്ചു, അവൾ വിസമ്മതിച്ചു, എന്നാ മലക്കുകളുടെ പേരിൽ ലഅനത്ത് ചെല്ലും. ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫലം തഅതിഹി, അവൾ വന്നില്ല, ഫബാത ഗളബാന അലൈഹാ, അതിൻ്റെ പേരിൽ അവൾ ദേഷ്യം, എങ്കിൽ ലഅനതഹൽ മലായിക, മലക്കുകളുടെ പേരിൽ ലഅനത്ത് ചെല്ലും. അള്ളാഹ് ശപിച്ചുകൊണ്ടേയിരിക്കും മലക്കുകൾ പ്രഭാതം വരെ. ഒരു ബയോളജിക്കൽ പരമായ ആണിനും പെണ്ണിനും ഈ ആവശ്യമുണ്ടല്ലോ. പെണ്ണ് ഓളെ വിരിപ്പിലേക്ക് ഇവനെ വിളിച്ചിട്ടും പോയില്ലെങ്കിൽ എന്താ? അതെന്തേ നബി പറയാതെ വിട്ടത്? ഒരു പെണ്ണിന് 4 ഭർത്താക്കന്മാരെ പറ്റൂല, ആണിനോ 4 പെണ്ണുങ്ങളെ പറ്റും. ഇന്ന് എൻ്റെ പെണ്ണുങ്ങൾക്ക് ഞാൻ വേണ്ട, ഇന്നോട് വിളിച്ചു, പക്ഷെ എനിക്ക് വേറെ ഭാര്യൻ്റെ അടുത്ത് അന്നത്തെ ഡേറ്റ്, ഓള് ക്ഷമിച്ച് കിടക്കണ്ടേ? നേരെ മറിച്ചിട്ട് എനിക്കങ്ങനെ ക്ഷമിക്കാൻ പറ്റൂല, ഞാൻ വിളിച്ചോള് വന്നില്ലെങ്കിൽ മലക്കളിലെ അനത്തല്ലോ. വല്ലാത്തൊരു നിയമം. എന്താ പറയല്? ഒരിക്കലും ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ എന്തേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തെ പറ്റി പറയണേ, ഭാര്യമാർക്ക് അയ്യൂബ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അയ്യൂബിൻ്റെ ഭാര്യ വേറൊരാൾപ്പം കിടക്കുന്നത് കണ്ടാൽ അയ്യൂബിന് എന്ത് തോന്നും? എന്നോട് ആൾ ചോദിച്ചാ. അപ്പം ഞാൻ ചോദിച്ചു, 2 പെണ്ണുങ്ങളുള്ള ഒരാൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ കാണുന്ന വേറെ ഒരു പെണ്ണുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതാണ്, ഓള് അത് സഹിക്കോ? എൻ്റെ ഭാര്യ അത് സഹിക്കോ? ഓള് സഹിക്കണമല്ലോ, അള്ളങ്ങ അയ്യൂബിന് അനുവദിച്ചെന്നല്ലേ 4 കെട്ടാനുള്ളത്. എന്താ ഈ പറയണത്? ഇപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് 4 മാപ്പിളാർ വേണമെന്നല്ല കേട്ടോ, ഇതൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് 4 മാപ്പിളാർ വേണമെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, പക്ഷെ പുരുഷന് മാത്രമേ എന്താ ഈ നിയമങ്ങളൊക്കെ? അതാണ്, പുരുഷന് 4 മാപ്പിളാരുണ്ടായ എന്താ? അതിൻ്റെ തന്ത ആരാന്ന് തിരിച്ചറിയില്ല എന്നാ. അതിൻ്റെ തന്ത 4 ആൾ. ഇവിടെ പണ്ട് ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നല്ലോ പലയിടത്തും, ഭാരതത്തിലൊക്കെ ധാരാളം ഉണ്ടായിട്ടില്ലേ? പക്ഷേ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വേണമെന്നാണ് പറയുന്നത്. പുരുഷന് സ്ത്രീക്കില്ലാത്ത കുറേ അവകാശങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ നിർബന്ധം അതിനുണ്ടാക്കിയെടുക്കുകയാണ് സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി. അവിടെയാണ് നോക്കൂ, ഭർത്താവിനോട് സ്ത്രീ ചെയ്യേണ്ട കടമ കേട്ടോളൂ. ലൗ കുൻത ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ. സാഷ്ടാംഗം ചെയ്യൽ, പ്രാർത്ഥിക്കൽ, നമസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് സമർപ്പിക്കേണ്ട സംഗതിയാണ്. ലൗ കുൻത ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു, പക്ഷെ അതിനെ കൽപ്പിച്ചിട്ടില്ല എന്ന്. സന്തോഷം. അപ്പോൾ പടച്ചോനോട് ചെയ്യേണ്ട കടമ പോലും ഭർത്താവിന് ചെയ്യണമെന്നുള്ളിടത്താണല്ലോ അതിൻ്റെ ധ്വനിയുള്ളത്. സുജൂദല്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സ്ഥാനമാണ് കൊടുക്കുന്നത്. അപ്പം സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ ഒരു മോശക്കാരിയായിട്ടാണ് ഇസ്ലാം അവളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? ഹദീസ് പറയുന്നുണ്ട്, ഖുർആനിലും പറയുന്നുണ്ട്. ഖുർആനിൽ പറയുന്നത് ഒരാണിനെ അള്ളാഹ് സൃഷ്ടിച്ചു, ആ ആണിൽ നിന്ന്, ആ നഫ്സിൽ നിന്ന് അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ആണിൽ നിന്നാണ് പെണ്ണിനെയും സൃഷ്ടിക്കുന്നത്. അത് ഹദീസ് പറയാണ്, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിൽഇൻ വഇൻ അഅവജ മാ ഫിൽ ളിൽഇ അലാഹു ഫഇൻ ദഹബത തുഖീമുഹു കസർതഹു വഇൻ തറക്തഹു ലം യസൽ അഅവജ
ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. സ്ത്രീകളെ സൃഷ്ടിച്ചത് മേലത്തെ വാര്യല് കൊണ്ടാണ്. വാര്യലിന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ, മേലത്തെ വാര്യല് കൊണ്ടാണ്. അത് വളക്കാൻ ശ്രമിച്ചാൽ അത് ഈ വളഞ്ഞല്ലാണ്ടത് അത് നീർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോവും. വളഞ്ഞെന്നെ വെച്ചാലോ അത് അങ്ങനെ തന്നെ കടക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾ നന്നായി പെരുമാറും. സ്ത്രീകൾ ഒരിക്കലും നന്നാവൂല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ്? സ്ത്രീകൾ ഒരു വാര്യലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അതിലത്തെ മേലെ വാര്യല് അതെന്നെ വളഞ്ഞിട്ടാണ്. ആ വളഞ്ഞ് നീർത്താൻ ശ്രമിച്ചാൽ പൊട്ടും, നീർത്താതെ വെച്ചാലോ അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സോപ്പിങ്ങിൽ ഇടപെടണം എന്നുള്ളതാണല്ലോ. സ്ത്രീ അത്ര നിങ്ങൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവൂല എന്നാണ് പറയുന്നത്. നബി തന്നെ ഒരിക്കൽ ഒരു വലിയ പെരുന്നാക്കോ ചെറിയ അബൂ സഈദ് അൽ ഖുദരി ഖറജ റസൂലുള്ളാഹി ഫി ഉളുഹ ഔ ഫിത്രി ഇലൽ മുസല്ല. വലിയ പെരുന്നാക്കോ ചെറിയ പെരുന്നാക്കോ നായക്ക് അറിയില്ല. ഏതായാലും മുസല്ലയിലേക്ക് നബി പ്രവേശിച്ചു, ഈദ്ഗാഹിലേക്ക്. ഫമറ അലൻ നിസായി ഫഖാല യാ മാശറ നിസാ തസദ്ദഖ്ന ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലൻ നാർ. നബി സ്ത്രീകളെ നിങ്ങൾ ധാരാളം ധർമ്മം ചെയ്യണം, നിങ്ങളാണ് നരകത്തിൽ ഏറ്റവും കൂടുതലായി ഞാൻ കണ്ടത്. ഫഖുൽന വബിമ യാ റസൂലല്ലാഹ്. അവർ ചോദിച്ചു, എന്തേ റസൂല ഞങ്ങൾ നരകത്തിൽ കൂടുതൽ കടക്കാൻ കാരണം? ഖാല തക്സിറൂനൽ ലഅന വതക്ഫുർനൽ അശിറ മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീനിൻ. നോക്കൂ, നബി പറയാണ്. അവർ ചോദിച്ചു ഞങ്ങളെന്താ? അപ്പോൾ അവരാണ് അത്ര കൂടുതൽ ലയനത്ത് ചെല്ലുക, അവർ പിന്നെ അഷീറത്തിനെ കുഫറാക്കും. പിന്നെ ഓരോട് ചോദിക്കും മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീനിൻ. അവർക്ക് ദീന് എന്ന് പറഞ്ഞാൽ മതം ബുദ്ധിയും കുറവാണ് സ്ത്രീകൾക്ക്. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾക്ക് എന്തേ ഇത്ര പിന്നെ ബുദ്ധി കുറയാൻ കാരണം? അപ്പോൾ പറയാം പിന്നെ സാക്ഷി പറയുമ്പോൾ ആണിൻ്റെ നേർപകുതിയാണല്ലോ സ്ത്രീകൾക്ക്. ഇപ്പോൾ സാക്ഷി നിയമം സൂറത്തുൽ ബക്കറയിൽ സൂറത്തുൽ ദൈനിൽ പറയുന്നത് 2 ആണിന് 1 സ്ത്രീ, 2 പെണ്ണിന് 1 ആണ് എന്നാണ്. 2 പെണ്ണിന് 1 ആണ് എന്നാണ്. 1 ആണും 2 പെണ്ണും എന്നാണ് പറയുന്നത്. അപ്പോൾ 1 പെണ്ണിന് ആണിൻ്റെ നേർപകുതിയേ വരുള്ളൂ. 2 ആണും 1 പെണ്ണും എന്നല്ല, 2 പെണ്ണും 1 ആണും എന്നാണ് പറയുന്നത്. 2 പെണ്ണും 1 ആണും. ഫറജുലുൻ വംറഅതാനി എന്നാണ്. അപ്പോൾ ഈ നിയമമാണ് അവിടെ ഉള്ളത്. നബി പറഞ്ഞത് അഖ്ല് കുറയാൻ കാരണം ഖുർആൻ തന്നെ ഫസ്തഷ്ഹിദൂ ഷഹീദൈനി മിൻ റിജാലിക്കും ഫഇല്ലം യകൂനാ റജുലൈനി ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർലൗന മിനശ്ശുഹദാഇ അൻ തളില്ല ഇഹദാഹുമ ഫതുദക്കിറ ഇഹദാഹുമൽ ഉഖ്റാ എന്നാണ്. 2 സാക്ഷി വേണം പുരുഷന്മാരിൽ നിന്ന്. ഇനി 2 പുരുഷന്മാരില്ലെങ്കിൽ എന്താ ചെയ്യുക? 1 പുരുഷനും 2 സ്ത്രീകളും. എന്തിനാണത്? അൻ തളില്ല ഇഹദാഹുമ ഫതുദക്കിറ ഇഹദാഹുമ. ഒരാൾ മറ്റൊരാൾക്ക് അബദ്ധം വന്നാൽ തിരുത്തി കൊടുക്കാനാണ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണല്ലോ പിന്നെ 2 ആണിൻ്റെ സ്ഥാനത്ത് 1 പുരുഷനെ അല്ല 2 പുരുഷൻ്റെ സ്ഥാനത്ത് 1 സ്ത്രീയെ വെച്ചത്. അതാണ് അക്കല്. സ്ത്രീകൾക്ക് ബുദ്ധി കുറവ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ദീന് കുറയണം. എന്തുകൊണ്ടാണ്? അവർ ഹയലും നബിനോട് ചോദിക്കട്ടെ, ഇതൊക്കെ ഹദീസാണ്. അവരെന്തുകൊണ്ടാണ് അവർക്ക് ദീന് കുറവ്? ഹയൽ അവർ മെൻസസിൻ്റെ സമയത്തും നിഫാസിൻ്റെ സമയത്തും അവർക്ക് നമസ്കരിക്കേണ്ട, നോമ്പ് നോക്കണ്ട. അപ്പോൾ ആ സമയത്തൊക്കെ ആണുങ്ങൾ നിസ്കരിക്കുന്ന നോമ്പ് നോക്കണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള കൂലി അതാരും നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് ദീന് കുറവ് തന്നെയാണ്. ഈ ആർത്തവം എന്ന് പറഞ്ഞത് ആര് കൊടുത്തതാ? മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അള്ളന്നല്ലേ ഇത് കൊടുത്തത്. എന്നിട്ട് അള്ളന്നെ അവർ ആ സമയത്ത് നിസ്കരിക്കണ്ടെന്നും പറയാം. എന്നിട്ട് അതിൻ്റെ കൂലി കൊടുക്കാതെ നിൽക്കുക. എന്നിട്ട് പറയാം പുരുഷൻ്റെ അത്ര കൂലി നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറയാം. യസ്അലൂനക മഹീൽ. ആർത്തവത്തെക്കുറിച്ചിട്ട് നബിനോട് ചോദിച്ചു. അപ്പോൾ പറയാം, അള്ളാഹ് പറയാം കുൽ ഹുവ അദൻ. അത് അദൻ എന്നാണ് പറയുന്നത്. അത് മ്ലേച്ഛം എന്നതിനൊക്കെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്, ബുദ്ധിമുട്ടൊന്നും കൂടിയല്ല. അപ്പോൾ അള്ളാഹ് തന്നെയാണ് ഒരു ഹയലുള്ള സമയത്തും നിഫാസുള്ള സമയത്തും നിസ്കരിക്കണ്ട എന്ന് പറയുന്നത്. ആ അള്ളാഹ് തന്നെ ഓർക്ക് നിസ്കരിക്കാത്തതിൻ്റെ കൂലി കുറക്കുക. ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി തന്നെ പറഞ്ഞു, അതൊന്ന് നിസ്കരിച്ചിട്ടില്ലെങ്കിലും കൂലി കിട്ടും. കാരണം അള്ളാഹ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കാതെ നിൽക്കുന്നതല്ലേ. അതുകൊണ്ട് പിന്നെ ഒരു സർക്കാർ ജോലി ചെയ്തവർക്കും സർക്കാർ അവധിയുള്ള ദിവസങ്ങളിൽ കൂലി കിട്ടുമല്ലോ. കാരണം അത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ കൂലി, അവർ ലീവ് എടുത്തത്.
അതുകൊണ്ട് കൂലി കൊടുക്കുന്നു. അതുപോലെ ഇപ്പോൾ സർക്കാർ തന്നെ പ്രസവത്തിന് ലീവ് കൊടുക്കുമ്പോൾ കൂലി കൊടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ആവട്ടെ, ഇവിടെ ഓർക്ക് കൂലി കിട്ടുമെന്ന ആ പാവ സ്ത്രീയുടെ വിശ്വാസമാണ്. കാരണം അള്ളാഹ് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുക എന്നാണ്, ഈ ഹയല് തരുന്നതും അള്ളാഹു ആണ് എന്നൊരു കുട്ടി പറഞ്ഞു. പക്ഷെ അപ്പം നബി ദീന് കുറയാന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? മുഹമ്മദ് നബിക്ക് അറിയില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വായനക്കാരുണ്ട്. എങ്ങനെങ്കിലുമൊക്കെ ഇസ്ലാമിനെ നിന്നുകൊണ്ട് സ്ത്രീകൾ തന്നെ ഒരു ഖുർആൻ വായന, സ്ത്രീകൾക്ക് അനുസരിച്ചുകൊണ്ടൊരു വായനക്കാരൊക്കെ ഉണ്ട്. സത്യത്തിൽ അതൊക്കെ അത്ര വായിക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വിട്ടുകളയേണ്ടി വരികയാണ്. ഒന്നിരിക്കൽ ഹദീസ് ആയത്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. നേരെ ചൊവ്വ അതില്ല. അപ്പം സ്ത്രീ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടടിമയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ആട്ടുകല്ലിൻ്റെയും അമ്മിക്കല്ലിൻ്റെയും അലക്കുകല്ലിൻ്റെയും ഇടയിൽ കറങ്ങുന്ന ഒരു ഉൾപ്പടിയായിട്ടാണ്, ഒരു ചരക്കായിട്ടാണ് ഇസ്ലാം കാണുന്നത്. സ്ത്രീയെ നിയന്ത്രിക്കേണ്ടത് സ്ത്രീയെ പുരുഷനാണ്. അത് വീട്ടിലാകുമ്പോൾ ബാപ്പ ഭരിക്കും, കുറച്ചും കൂടി വലിയതായ ആങ്ങളെ ഭരിക്കും, പിന്നെ മകൻ ഭരിക്കും. ഓൾക്ക് സ്വന്തമായിട്ട് മഹറമില്ലാത്ത ഒരു യാത്ര പോകാനും പോകാൻ കഴിയില്ല ഒരു സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പിന്നോട്ട് പോയത്. എന്താ? പുറത്തു പോയി പഠിക്കാൻ കഴിയില്ല, കാരണം മഹറമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. അവളുടെ ശബ്ദം ഹറാമാണത്രേ. സ്ത്രീയുടെ ശബ്ദം ഹറാമാണ്. KT മുഹമ്മദിൻ്റെ അദ്ദേഹം ഒരു കഥയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പോസ്റ്റ്മാനായിട്ട് കോഴിക്കോട് ഇങ്ങനെ കോയന്മാരെ വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഇദ്ദേഹം എത്ര കൂക്കിയാലും, അന്നത്തെ ബെല്ലില്ലല്ലോ, കൂക്കിയാലും സ്ത്രീകൾ അവിടെ നിന്നിട്ട് ഒരു റിപ്ലൈ തരില്ല. പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു വന്ന് വാല് തുറന്ന് വാങ്ങും. അപ്പോൾ സ്ത്രീകളുടെ ശബ്ദം ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അങ്ങനെ പറയാൻ പാടില്ല. സ്ത്രീകളുടെ ശബ്ദം പോലും പുരുഷന് ഹറാം. സ്ത്രീയുടെ കാണാൻ പുരുഷന് പറ്റൂല. നോക്കണം, പുരുഷന്മാരൊക്കെ സ്ത്രീകളെ അങ്ങോട്ട് കണ്ടാൽ പുരുഷന്മാർക്ക് കണ്ട് വികാരം ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവുക അങ്ങനെ. അപ്പോൾ ഇത് നോക്കൂ, സ്ത്രീയെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം, സ്ത്രീ ഒരു 1-ാം ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കാൻ അയക്കൂലല്ലോ. എന്താ കാരണം? 5-4 വയസ്സായ കുട്ടികൾ ഒന്നിച്ചിരുന്നുമ്പോഴേക്ക് അവിടെ ബലാത്സംഗം ഉണ്ടാവുന്നോ? എന്താ നമ്മൾ പേടിക്കുന്നത്? കുട്ടികൾക്കൊരു ഫ്രീഡം കൊടുത്ത് ആൺകുട്ടിയെയും പെൺകുട്ടിയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുകയാണെങ്കിൽ സ്ത്രീക്കും ഈ കഴിവൊക്കെ ഉണ്ടാവൂലേ? ഇന്ന് സ്ത്രീ അബലയാണ്, ചബലയാണ് എന്നൊക്കെ നാം പറഞ്ഞ് എന്തുകൊണ്ടാണ് അവർക്ക് വന്നത്? ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണ്. സ്ത്രീയെ കളിക്കാൻ പോകാൻ അയക്കില്ല, ഫുട്ബോൾ കളിക്കാൻ പോകാൻ മുസ്ലിം വീടുകളിൽ അയക്കില്ല, നാടകത്തിന് ഒന്നിനും. എപ്പോഴും അവർ വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടേണ്ടവളാണ് എന്നല്ലേ ഖുർആൻ പറയുന്നത്? അവളുടെ ശരീരം മുഴുക്കെ ഔറത്താണത്രേ. അടിമ സ്ത്രീയുടെ കഥയോ? ഖുർആൻ പറയണ, ഖുർആനാണല്ലോ ഇസ്ലാമിൽ സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. നോക്കൂ, ഇതൊക്കെ ഞാൻ കുറേ ഉണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. വൽ മഹ്സനാത്തു മിനൻ നിസായി ഇല്ലാ മാ മലകത് അയ്മാനുക്കും. അപ്പം അടിമ സ്ത്രീ നോക്കൂ, ഈ ആയത്ത് ഇറങ്ങിയതന്നെ എപ്പോഴാണ്? ഒരു യുദ്ധം കഴിഞ്ഞ് അടിമകളെ കിട്ടി. യുദ്ധത്തിൽ തോൽക്കുന്നവരാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ തോറ്റു പാകിസ്ഥാനോടെങ്കിൽ ഒറ്റ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകും. അതിൽ ആണുണ്ടെങ്കിൽ പെണ്ണിനെയും അവർ പിടിച്ചുകൊണ്ടുപോകും. അതിൽ ഭാര്യയും ഭർത്താവുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകും. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നല്ല, ഒരു യുദ്ധം കഴിഞ്ഞ് ആണിനെയും പെണ്ണിനെയും കിട്ടി. ഈ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ഇസ്ലാമിക ജവാന്മാർക്ക് ഒരു പൂതി ഈ പെണ്ണുങ്ങളോട്. അപ്പം ഇനി വീട്ടുകളെ മാപ്പിളാരുണ്ടല്ലോ, എന്താ ചെയ്യുക? അതിലാണ് ഈ ആയത്ത് വൽ മഹ്സനാത്തു മിനൻ നിസായി, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളും ഇല്ലാമാ മലക്കത്ത് അയ്മാനുക്കും, കല്യാണം കഴിഞ്ഞ അടിമ സ്ത്രീകളും നിങ്ങൾക്ക് ഹലാലാണ് എന്നാ ഈ വാക്കിൻ്റെ അർത്ഥം. മഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിഞ്ഞ പെണ്ണെന്നല്ലേ. വസാനി മഹ്സിൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച സ്ത്രീ വ്യഭിചരിക്കുമ്പോഴാണ് അങ്ങനെ പറയല്. അപ്പം കല്യാണം കഴിഞ്ഞ അടിമ സ്ത്രീകൾ, ഭർത്താവുള്ള അടിമ സ്ത്രീകൾ പോലും നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. ചടങ്ങ് കല്യാണത്തിൽ നോക്ക്, ചടങ്ങെന്ന് വെച്ചാൽ ഞാനൊരു പെണ്ണിൻ്റെ ഭാര്യ 3 മൊഴിയാണ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഓളെ എനിക്ക് തിരിച്ചിട്ടാണ് എന്ത് വേണം? ഓളെ വേറൊരാൾ കെട്ടി എന്നിട്ട് ആ മണിയറി കൂടിയതിൻ്റെ ശേഷം പിന്നെ സ്വമേധയാ ഒഴിവാക്കിയിട്ട് വേണം എനിക്ക് കിട്ടാൻ. ഓളുടെ അഭിപ്രായമോ ഓളെ നിർദ്ദേശമോ ഇവിടെ പാലിക്കുന്നില്ല. ഇവിടെ ഈ മതം ആരൊക്കെ വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്? പിന്നെ ആയിഷയുടെ പറ്റി, വ്യഭിചാരത്തിനെ പറ്റി ഒരു നിയമം പറയുന്നുണ്ട്. 4 സാക്ഷിയുള്ള സന്ദർഭത്തിലാണ്. ഒരു വ്യഭിചാരത്തിന് സാക്ഷിയുടെ എത്ര ആൾ വേണം? 4 ആൾ വേണം.
വലിയ പൈസക്കാരൊക്കെയാണ് എന്താ കാട്ടുക, വലിയ ലോഡ്ജിൽ പിന്നെ 3 സ്റ്റാറോ 7 സ്റ്റാറോ ഹോട്ടലിൽ പോയിട്ട് നല്ല ഒരാണും പെണ്ണും ഓരോ ഒന്നിച്ചു കൂടുമ്പോൾ 4 സാക്ഷികളും കൂടി ഒരു റൂം എടുത്ത് കൊണ്ടുപോകില്ലല്ലോ. പാവപ്പെട്ടവൻ ഏതെങ്കിലും കവലയിലോ മറ്റോ വ്യഭിചരിക്കുമ്പോൾ 4 സാക്ഷികളോ ചിലർ ഗ്രാമം ഒന്നായിട്ട് കണ്ടു എന്നും വരും. ശിക്ഷ എപ്പോഴും മുതലാളിമാർക്ക് കിട്ടൂല. കാരണം എന്താ, ഓർക്ക് 4 സാക്ഷികൾ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ 4 സാക്ഷികൾ കാണുമ്പോൾ വ്യഭിചരിക്കൽ എന്ന് പറയലുണ്ടോ? എന്നാൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ പറഞ്ഞതുമില്ല. അപ്പം സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനമല്ല, ഒരു പവിത്രതയും കൽപ്പിച്ചിട്ടില്ല. അവളൊരു ചീഞ്ഞ സാധനം കൊണ്ടുപോകും പോലെയാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ മത്തി ഇറച്ചിയൊക്കെ എങ്ങനെ കൊണ്ടുവരിക, പൊതിഞ്ഞ് കെട്ടിയിട്ടുള്ളത് പോലെ ഒരു അഴുക്ക് വസ്തുവിനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എന്നാലോ ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയാണ്. എവിടെ മരിച്ചു പോയാൽ കൂലി, നിസ്കരിച്ചാലും ആണിനും ഒരേ കൂലി പെണ്ണിനും ഒരേ കൂലി, പിന്നെ നോമ്പോറ്റാലും അതേ കൂലി. നോക്കൂ, സ്വർഗത്തിലുള്ള അവകാശങ്ങൾ, സ്വർഗത്തിലുള്ള വസ്തുക്കൾ എണ്ണി പറഞ്ഞത് ആർക്കാ? ഒന്ന് ഹൂറുൽ ഈൻ. ഹുർലീൻ എന്ന് പറഞ്ഞാൽ ആരാ? ആണാ പെണ്ണ? കണ്ണ് ശോഭയുള്ളവൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം? കണ്ണ് ശോഭയുള്ളവൾ എന്നല്ലേ? അതിൽ പുരുഷന്മാരെ പറ്റി പറഞ്ഞല്ലോ. അവരുടെ എങ്ങനെയായിരിക്കും, അവരുടെ ചന്തി എങ്ങനെയായിരിക്കും, ആ അവർ കിടക്കുന്ന കട്ടിൽ, ഇതൊക്കെയാണ് ഖുർആനിൽ വർണ്ണിക്കുന്നത്. അവിടെ മദ്യഷോപ്പ് കിട്ടും, മറ്റേത് കിട്ടും, മറിച്ചത് കിട്ടും എന്നൊക്കെ അല്ലേ. സ്ത്രീക്ക് കിട്ടുന്ന അവകാശത്തെ പറ്റി പറഞ്ഞില്ലല്ലോ. എന്തിനേറെ ദുനിയാവ് തന്നെ. എനിക്ക് ഇപ്പോൾ യുദ്ധത്തിൽ തോറ്റ ഒരു അടിമപ്പെടിനെ എനിക്ക് ഭാര്യമാർക്ക് 4 ഭാര്യമാർ പോലെ കുറേ അടിമകൾ എനിക്ക് വെക്കാം. എങ്കിൽ ഉമർ ഖത്താബിൻ്റെ ഭരണകാലത്ത് ഒരു സ്ത്രീ ചോദിച്ചു, എൻ്റെ കയ്യിൽ ഒരു അടിമ ചെക്കനുണ്ട്, അടിമ പയ്യനുണ്ട്, ഞാൻ ഓൻ്റെ ഒപ്പം ഒന്ന്. അത് അള്ളാനെ ചോദ്യം ചെയ്യുമ്പോൾ പരിഗണിച്ച് ആ പെണ്ണിനെ ശിക്ഷിക്കുകയാണ് ചെയ്തത് ഉമർ ഖത്താബിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ ഒരാണിൻ്റെ കീഴിൽ അടിമകളൊക്കെ എനിക്ക് ഉപയോഗിക്കുക. ഒരു പെണ്ണിന് ഇതൊരു ഭരണാധിപതിയായ അല്ലെങ്കിൽ പൈസക്കാരത്തിയായ സ്വതന്ത്രയായ ഒരു പെണ്ണിന് ഒരു അടിമച്ചക്കനുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റൂല. ഇഹലോകത്തും സ്ത്രീ വിവേചനമുണ്ട്, പരലോകത്തും കൂലി കൊടുക്കുന്നിടത്ത് വിവേചനമുണ്ട്. എല്ലാ രംഗത്തും സ്ത്രീയും പുരുഷനും നമ്മൾ പറയുന്നത് എന്താ പറയുക, സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ വേണം. അവളുടെ സ്വാതന്ത്ര്യം, അവളുടെ അവകാശങ്ങളൊക്കെ പുരുഷൻ പറഞ്ഞു കൊടുക്കേണ്ടതും പുരുഷൻ തീരുമാനിക്കേണ്ടതും അല്ല. അത് അവൾ തീരുമാനിച്ചോളും. അവളുടെ ശരീരത്തിനും അവകാശം അവൾക്ക് മാത്രമേ ഉള്ളൂ, അത് പുരുഷൻ കൽപ്പിക്കേണ്ടതല്ല. ഇന്ന് മനുഷ്യാവകാശം എന്ന് പറഞ്ഞു, അതിൻ്റെ സ്ത്രീ അവകാശം പെടില്ലേ? ഈ ഫെമിനിസം എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞ ബി മുസാവാത്തിൽ ജിൻസി എന്ന് പറഞ്ഞ് നെറ്റിലടിച്ച ഈ പറയുന്ന ഒരുപാട് സംഗതികളുണ്ട് വരുന്നുണ്ട്. അവരിങ്ങനെ ആയത്തും ഹദീസും ഖുർആനൊക്കെ വെച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാത്ത ചില സ്ത്രീകളുണ്ട്. അവർ ഈ പർദ്ദട്ടുകൊണ്ട് കിടന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് ഒരു ആർത്തവത്തെക്കുറിച്ച് പിന്നെ മീഡിയ 1 ചാനലിൽ ഒരു പരിപാടിയിൽ ഒരു പർദ്ദട്ട് സ്ത്രീ പറയാം, ആർത്തവത്തെക്കുറിച്ച് ഖുർആനൊന്നും മോശമാക്കി സംസാരിച്ചിട്ടില്ല. യസ്അലൂനകാനിൽ മഹീൽ ഖുൽ ഹുവ അദൻ എന്ന് ഖുർആനിലുണ്ട്. എന്നിട്ട് ആ സ്ത്രീ പറയാം, അപ്പോൾ അത് ഖുർആൻ പോലും വായിച്ചിട്ടില്ല. സ്ത്രീകളെ പറ്റി എന്താ ഖുർആനിൽ പറഞ്ഞ്, എന്താ ഹദീസ് പറഞ്ഞത് എന്ന് പഠിച്ചിട്ടില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരയാണ്. ഒരു ഭർത്താവിൻ്റെ അല്ലെ ആങ്ങളയുടെ അല്ലെ നാട്ടുകാരുടെ ഗുണ്ടകളുടെ ഒക്കെ സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് അവൾ. അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ തന്തയില്ലാത്ത മക്കളെ പേറേണ്ടി വരും. ഇതാണ് ഡയലോഗ്. ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞ ഡയലോഗാണ്. എന്താണ്? ലിബറൽ സമൂഹങ്ങളിൽ സ്ത്രീക്ക് കൊടുത്ത സ്വാതന്ത്ര്യം പോലെ ഇവിടെയും കൊടുത്ത തന്തല്ലാത്ത. എപ്പോഴാണ് ഈ തന്ത പ്രശ്നമാണത്? അതാ ഞാൻ ചോദിക്കുന്നത്, തന്ത എപ്പോഴാണ് പ്രശ്നമാണത്? നമ്മളിവിടെ ഇപ്പം ഒരു കുട്ടി ഉണ്ടാക്കിയിട്ട് ഇട്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട്. നമുക്കിപ്പോൾ കാളിയാവ്, ചോക്കാട്, വണ്ടൂർ, നിലമ്പൂർ മേഖലയിൽ ധാരാളം ഉണ്ട്. തന്തനെ അറിയുന്നില്ല, ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും. ഈ ഉമ്മാൻ്റെ വീട്ടുകാരും ഉമ്മയും കൂടി നല്ലോണം നോക്കി പരിചരിച്ച് കല്യാണപ്രായം എത്തുമ്പോൾ ഈ തന്തൻ്റെ പെരക്കാരെ തേടി പോവുക, ഈ ഇവൻ്റെ ആരെങ്കിലും ഉണ്ടോ കൈ കൊടുക്കാനെന്ന്. അപ്പോൾ കൈ കൊടുക്കാനുള്ള അധികാരം ഉമ്മാൻ്റെ കുടുംബത്തിന് കൊടുക്കൂല, നോക്കിക്കൊടുന്നേ. മരിച്ചു കഴിഞ്ഞ് പിന്നെ ശവത്തെ മയ്യത്തിനെ പിന്നെ കബറിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ വിളിച്ച് പറയണത് എന്താ? തന്തല്ലാത്തവനെ എന്നാ വിളിച്ചു പറയുന്നത്. തെൽക്കീൻ ചെല്ലുക എന്ന് പറയും. എന്താ തെൽക്കീൻ എന്ന് പറഞ്ഞാൽ? യാ അമത്തല്ലാ ബിൻ താമത്തില്ല ഉദുക്കുരിൽ അഹ്ദല്ലദി എന്ന് പറഞ്ഞ് ചെല്ലുന്നിടത്ത് ആണാണ് ഈ വിളിക്കും. യാ അബ്ദല്ലാ ബിൻ താമത്തില്ല ഉമ്മാൻ്റെ മോനെ എന്ന് വിളിക്കും. പെണ്ണാണെങ്കിൽ യാ അമത്തല്ലാ ബിൻ താമത്തില്ല തന്തല്ലാത്തോളെ എന്ന് വിളിക്കും. എന്തിനാ അവിടെ അങ്ങനത്തെ പേര് വിളിക്കണത്? എന്താ? അപ്പം എന്താ? ചില കുട്ടികൾ അവർ തന്തനെ നമുക്ക് തന്തല്ലാതെ ജനിക്കും. ഈ തന്തല്ലാതെ ആരും ജനിക്കുന്നില്ല. ഈസാ നബിനെ പറ്റിയാണ് പിന്നെയും പറയാം. അത് പിന്നെ തന്തല്ലാതെ എന്ന് പറയാൻ പറ്റുമെന്ന് വേറെ കഥയാണ്. ഖുർആനിലെ തന്ത ഒരു ആളുടെ പേര് പറയുന്നുണ്ട്, അള്ളാഹുവാണ് തന്ത എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവിടെ കട്ടെ. അപ്പോൾ സ്ത്രീയെ ഇസ്ലാമിൽ ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല. നമ്മളിത് പറയുമ്പോൾ ഇസ്ലാമിനെ അങ്ങോട്ട് വിമർശിക്കുമ്പോൾ വെറുതെ അങ്ങ് പറയല്ല. ഇസ്ലാമിൽ ഉള്ളതാണ്, നമ്മൾ ഈ ആയത്തിലും ഹദീസിലും ഒക്കെ ഉള്ളതാണ് പറയുന്നത്. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുത്തിട്ടില്ല.
ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ബുഖാരി തന്നെ ഉണ്ട്, ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ആദ്യം സ്വത്തവകാശമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പ്രവാചകൻ വന്നപ്പോഴാണ് അത് വ്യത്യാസപ്പെടുത്തിയത് എന്നുള്ള. സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടായിരുന്നു സ്വത്ത് കൊടുത്തിരുന്നു ജാഹിലിയ കാലത്ത്. മുഹമ്മദ് നബി വന്നപ്പോൾ മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ എന്നുള്ള ആയത്ത് കൊണ്ടുവന്ന നബിയ, ആണിൻ്റെ പകുതിയെ പെണ്ണിന് കൊടുക്കൂ. 100 റുപ്യ ഉണ്ടെങ്കിൽ 33% പെണ്ണിനും 66% ആണിനും കിട്ടും. ഈ നിയമം കൊണ്ടുവന്ന മുഹമ്മദ് നബി. ഇതിന് മുമ്പ് ജാഹിലിയത്തെ നല്ല നിയമം ഉണ്ടായിരുന്നു അവിടെ, സ്ത്രീക്കും പുരുഷനും തുല്യ സ്വത്ത് കൊടുക്കുന്നത്. ഇബ്നു അബ്ബാസ് പറയുന്നത് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ സ്ത്രീയെ കുറിച്ചിട്ട് നമ്മളെ കാഴ്ചപ്പാട്, സ്വതന്ത്ര ചിന്തകരുടെ കാഴ്ചപ്പാട്, പുരുഷന് കിട്ടേണ്ട അതേ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം സ്ത്രീക്കും വേണം. ഇത് പറയുമ്പോൾ സ്ത്രീ മരത്തുമക്കേറുമോ തെങ്ങുമക്കേറുമോ എന്നല്ല ചോദിക്കേണ്ടത്, ധാർമ്മികപരമായ അവകാശം വേണമെന്നാണ്. ഒരു ജോലി ചെയ്താൽ ആണിനും പെണ്ണിനും തുല്യ അവകാശം വേണം. ഇതാണ് ഇത് പറയുമ്പോഴേക്ക് ആണിന് പ്രസവിക്കാൻ കഴിയുമെന്നല്ല, പ്രസവിക്കാൻ കഴിയുന്ന ഒരു കുറ്റം എന്നല്ല, ഒരു ന്യൂനതയല്ല, ഒരു സത്യമാണത്. പ്രസവിക്കാൻ കഴിയുമെന്നുള്ളത് അതൊരു കുറ്റമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും ധാർമ്മികപരമായ അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.